നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായി കാർഡിന് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സ്നേഹിച്ച വ്യക്തികളിൽ നിന്നും വഞ്ചന ഏറ്റുവാങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചീറ്റിംഗ് എനർജിയാണ്. നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആര് തന്നെയാണെങ്കിലും, ഇപ്പം പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നമ്മളുടെ സൗഹൃദങ്ങളിൽ പെടുന്ന വ്യക്തികളാണെങ്കിലും ഒരു ചീറ്റിങ് സംഭവിച്ചു, ഒരു സ്റ്റക്നെസ് സംഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നാളത്തെ ബന്ധമായിരിക്കാം, പക്ഷേ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്ക് അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലായിരിക്കാം ഈ ഒരു സ്റ്റക്നെസ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം എന്താണ്? ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസിനെ ഇവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ഒരു സ്റ്റക്നെസ് വന്നിരിക്കുന്നു, ഒരു ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈഗോയാണ്, ഈഗോയുടെ എനർജിയും ഇവിടെ കടന്നു വന്നിരിക്കുന്നു. എനിക്ക് വിജയിക്കണം എന്നുള്ള ചിന്തകൾ ഇവിടെ കൂടുതലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ വ്യക്തികൾക്കും അവരവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ എനർജി എടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലിയുമായി മുന്നോട്ട് പോയിരുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നു, സൗഹൃദങ്ങളിൽ ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നു. ഈ ഒരു എനർജിയാണ് ഇവിടെ നിലവിൽ കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മുന്നോട്ട് പോകുവാൻ നിങ്ങളെ അനുവദിക്കാത്ത, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു വിജയത്തിലേക്ക് കടന്നു പോകുവാൻ അനുവദിക്കാതിരിക്കുന്ന എന്ത് നെഗറ്റിവിറ്റീസാണ് നിങ്ങളിലുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ അറിയില്ല എന്നുള്ളത് പ്രധാന കാര്യം. നിങ്ങൾ ഇച്ചിരിയെങ്കിലും ഒരു സ്നേഹം കാണിക്കുന്ന വ്യക്തിയോട് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും അവസാനം അവർ നിങ്ങളുടെ എനർജിയെ യൂസ് ചെയ്യുകയും നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ലാതെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു. രഹസ്യങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രശ്നമായിട്ട് തീരുന്നത്. നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരുടെ മുമ്പിൽ ഓപ്പൺ ആക്കി കൊടുക്കുന്നു. ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളെ മറ്റുള്ളവർ വായിച്ച് മനസ്സിലാക്കി ഉപേക്ഷിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ അറിവിനെയും നിങ്ങളിലേക്ക് ഉള്ളതായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങളത് സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയേണ്ട ഒന്നല്ല എന്ന് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നു. അപ്പം ഇവിടെ നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നതിന്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിന് തടസ്സമായിരിക്കുന്നതിന് പ്രധാന കാരണം നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും വിശ്വസിച്ച് അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് അവസാനം നമ്മളെ അടിക്കേണ്ട വടി അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അടി കൊണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി പോകുന്നു. നമ്മൾ കൂടുതൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള ലോസ്. ഓക്കെ, ചില വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായതായി കാണിക്കുന്നു. അത് സാമ്പത്തികപരമായിരിക്കാം, ഭൂമി സംബന്ധമായിരിക്കാം, വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ചില അവസരങ്ങളായിരിക്കാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ചില വ്യക്തികൾ നമ്മളെ ഇഗ്നോർ ചെയ്തത് നമുക്ക് ഒരുപാട് വേദനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും തകർന്നു പോയ അവസ്ഥയിൽ ആരും സഹായമില്ലാതെ പോയ ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ചുറ്റിനും അന്ധകാരം മാത്രമായിരുന്ന സമയത്ത് കൂടെ നിന്ന ആൾക്കാർ നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള അവസ്ഥകൾ, ഇതൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ സാധിച്ചതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. മനസ്സിനെ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളിൽ നിന്നും ഉണ്ടായ വഴക്ക് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രഹരങ്ങളൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞ ഒന്നായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞതായിട്ട് ഇവിടെ കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? ഉടൻ സംഭവിക്കാൻ പോകുന്ന ബ്ലെസ്സിങ് എന്താണ്?
നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നു. ഒരു പുതിയ തുടക്കം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ്. ചില വഞ്ചനകളിൽ നിന്നും ചതികളിൽ നിന്നും എല്ലാം നിങ്ങൾ ഫ്രീ ആകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. മാത്രമല്ല ശാരീരികമായോ മാനസികമായോ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ, ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥകൾ, ഹൈ BP ലെവൽ, ഇങ്ങനെയുള്ള ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് റിലീസാകാൻ പോകുന്നു. നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും പുറത്തു വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സണ്ണിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടമായതോ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായി തകർത്തതായിട്ടുള്ള ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. ഓക്കെ, ചതിച്ച വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഉയർത്തി നിങ്ങളെ മാനിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ നിലനിർത്തി ഒരു വിജയത്തെയാണ് അവർ കാണുന്നത്. ഉള്ളിൻ്റെ ഉള്ളിലൊരു പവറാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യത്തിൽ പേടിച്ച് പിന്മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാകരുത് നിങ്ങൾ. ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് പോവുകയും തൻ്റെ ആത്മധൈര്യത്തെയും വിശ്വാസത്തെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫയർ എനർജിയിലായിരിക്കണം നിങ്ങളെന്ന് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നെല്ലാം ചാടിക്കടന്ന് മുന്നോട്ട് പോകുന്ന, കുതിച്ചു മുന്നേറുന്നതായിട്ടുള്ളൊരു വ്യക്തിയാകണമെന്നാണ് നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്നത്. ഭയന്ന് പിന്മാറുകയോ സ്റ്റക്കായി നിൽക്കുകയോ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം? ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം? കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. മാത്രമല്ല ഗ്രോത്തിലേക്ക് ഫോക്കസ് ആയിരിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ആയിരിക്കണം. നിങ്ങളുടെ പാഷനെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസിനെയും മുറുകെ പിടിച്ച് ഏതൊരു കാര്യത്തെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം നിങ്ങളെന്ന് പ്രപഞ്ചം ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു നിലപാടിൽ തന്നെ മുറുകെ പിടിക്കണമെന്ന് പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ചുറ്റുമുള്ള സ്വാധീനം എന്താണ്? നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ സ്വാധീനിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, ഇവിടെ ചുറ്റുമുള്ള സ്വാധീനത്തിൽ യാത്രയാണ് വന്നിരിക്കുന്നത്. ഒരു യാത്രാ എനർജി നിങ്ങൾക്ക് ചുറ്റുമുള്ളതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് ഓഫ് സോഡിൻ്റെ എനർജി ആത്മധൈര്യത്തെയും ഇവിടെ കാണിക്കുന്നു. പ്രതികൂല സാഹചര്യത്തിൽ നിന്നും മുന്നേറുന്നതിന് നിങ്ങളൊരു മാറ്റത്തെ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നൊരു മാറ്റമായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ വിദേശ യാത്രയോ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? നിങ്ങളുടെ ഭയം എന്താണ്? ഓക്കെ, നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് നോക്കാം. യാത്രയാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ രണ്ട് സിറ്റുവേഷനെ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിലൊന്ന് തീരുമാനിക്കണം എന്നുള്ളത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരണമെന്നും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ കൃത്യമായിരിക്കണമെന്നും നിങ്ങളുടെ കാഴ്ചപ്പാട് വളരെ ഉയരത്തിലായിരിക്കണമെന്നും ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളുടെ പാഷനെ മുറുകെ പിടിച്ച് ഈ ലോകത്തെ ചുറ്റി സഞ്ചരിക്കുവാനും ഈ ലോകത്തെ കീഴടക്കണമെന്നും നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇതാണ് നിങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളുടെ ഭയം എന്താണ്? നിങ്ങളുടെ ഭയം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയ്യോ എനിക്കതൊന്നും ചെയ്യാൻ പറ്റാതെ പോകുമോ എന്നുള്ളതാണ്. കണ്ണ് കെട്ടിയിരിക്കുന്നു, എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായി പോകുമോ എന്നൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകുമോ എന്നതിനെക്കുറിച്ചും നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥ. ഇവിടെ 2 നമ്പറാണ് രണ്ടും വന്നിരിക്കുന്നത്. ഇവിടെ 2 നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് മാനസികാവസ്ഥയെയും ഇമോഷണൽ ബാലൻസിനെയുമാണ് കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ് ഗൈഡൻസ്? ഓക്കെ, നിങ്ങൾ ആത്മധൈര്യമുള്ളവരായിരിക്കുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ അവസാനിപ്പിക്കുക. കേൾക്കുന്നതിന് മുമ്പ് ആക്ഷൻ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു. നമ്മൾ ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ക്ലാരിറ്റി കിട്ടത്തില്ല. നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. നമ്മുടെ മാനസികാവസ്ഥ, ഇതെല്ലാം നമുക്ക് സമാധാനം, ഇതെല്ലാം നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട്
കഴിയുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ റെസ്റ്റ് എടുക്കുക. അതിനുശേഷം സമാധാനത്തിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പതുക്കെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി മാറുക. പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ട് നിങ്ങളോടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ്. ഓക്കെ, പ്ലീസ് കെഡ്മി മദറിനോസ്. എൻ്റെ വ്യൂസിനെ കാത്തിരിക്കുന്നതായിട്ടുള്ള ആ പ്രതിഫലം എന്താണ്, ഇപ്പോൾ നിങ്ങൾ ചെയ്തതായിട്ടുള്ള നല്ല കർമ്മയുടെ പ്രതിഫലം എന്താണ് കടന്നു വരുന്നത്? ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളിതിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നല്ല കർമ്മയുടെ പ്രതിഫലം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ഇതാണ്. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴായിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ഇനിയും അവസരങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അത് ഏത് കാര്യത്തിലാണെങ്കിലും, സാമ്പത്തികം, റിലേഷൻഷിപ്പ്, ആരോഗ്യം, എന്ത് തന്നെയാണെങ്കിലും പ്രപഞ്ചം നിങ്ങൾക്ക് ഓഫർ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. ആ സമയത്തും നമ്മളുടേതായിട്ടുള്ള ലോകത്തിൽ നിന്നുകൊണ്ട് എനിക്കിതൊന്നും ആവശ്യമില്ല, ഇപ്പോൾ വേണ്ട, പിന്നീടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ മുമ്പിൽ അത് വന്നു എന്നിരിക്കത്തില്ല. കാരണം ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ഗിഫ്റ്റാണ്, വീണ്ടും നിങ്ങൾക്ക് അവസരം തരിക എന്നുള്ളത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദറിനോസ്. ഇവിടെ ഡബിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ആ മാനസിക നെഗറ്റീവ് എനർജി, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നുമുള്ള റിലീസാണ് ഇവിടെ വരുന്നത്. നിങ്ങളെ ഏതെങ്കിലും അന്ധകാര ശക്തിയോ ബ്ലാക്ക് മാജിക് എനർജിയോ അല്ലെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥ കൊണ്ട് തന്നെ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷനോ അഡിക്ഷനോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്. ഓക്കെ, പ്ലീസ് കെഡ്മി മദറിനോസ്. എന്തുകൊണ്ടാണ് 4 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, ഒരു വിജയത്തെയാണ്, ഒരു കുതിച്ചു ചാട്ടത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. വീണ്ടും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വിജയങ്ങൾ ഒരുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡബിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് കെഡ്മി മദറിനോസ്. ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ന്യായവും നീതിയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ ഗ്രോത്തിനുള്ള സമയമാണ് ഇവിടെ കാണിക്കുന്നത്. സാമ്പത്തികമായിട്ടോ മറ്റോ നിങ്ങളെ ബന്ധിച്ചിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, റിലേഷൻ സംബന്ധമായി നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ടോ റിലേഷൻ സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു ബ്ലെസ്സിങ് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ വ്യക്തികളുടെയും എനർജി ഇതിലേക്ക് കടന്നു വരും. നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആയി തീരും. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വെബ്സൈറ്റിലൂടെയാണ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് സൂം മീറ്റിങ്ങിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ആദ്യം ഫീസ് അടച്ച് 2 മാസത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ആ ഒരു സൂം മീറ്റിങ്ങും അല്ലെങ്കിൽ പഠിച്ചതിൽ എന്തെങ്കിലും മനസ്സിലാകാതെയൊക്കെ ഉണ്ടെങ്കിൽ ആ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ അവസാനിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ബാച്ചിൽ ഒന്നേന്നും പറഞ്ഞ് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ.